ദിവസേ ഒരു സങ്കടമുള്ളൊരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അമ്മമാരുടെ തിരക്കിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു സങ്കടകരമായ ട്രാജഡികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പൊ KSRTCയിലെ കണ്ടക്ടർമാരായിട്ടുള്ള 2 പേര്, കരുനാഗപ്പള്ളിയിലുള്ള 2 ലേഡി കണ്ടക്ടർമാര് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയതാണ് കഴിഞ്ഞ ദിവസം. നിങ്ങൾ ആ വാർത്തയൊക്കെ കേട്ട് കാണും. അവർ 2 പേരും തൃശ്ശൂർ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലെ നമ്മുടെ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഓവർ ബ്രിഡ്ജ് ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് കടന്നു പോയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിനകത്ത് 2 പേരും അപകടത്തിൽപ്പെട്ടു. ഒരാൾ അത്ഭുതകരമായിട്ട് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു. പക്ഷെ കൂടെയുള്ള ഒരു കണ്ടക്ടറുടെ കാല് 2ഉം ട്രാക്കിൽ പെട്ടുപോയി. എന്ത് സങ്കടമുള്ള കാര്യമാണല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. 2 കാലും മുറിച്ച് കളയേണ്ടി വന്ന ഒരവസ്ഥ. ആ കുട്ടികൾ അവരുടെ വീട്ടിൽ ഹസ്ബൻഡില്ല, ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതാണ്. 3 കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ഇനി അവരുടെ ജീവിതം എന്താകും? എനിക്ക് ഒത്തിരി സങ്കടം തോന്നുന്നു. 2 ദിവസമായിട്ട് ഈ വാർത്ത കേട്ടിട്ട് വളരെ സങ്കടം തോന്നുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, അമ്മമാരോട് പറയുന്നത്, ജോലിക്ക് പോകുന്നവരുണ്ടാവും, തിരക്കിലെ എല്ലാ കാര്യങ്ങളും ഓടി നടക്കുന്നവരുണ്ടാവും. ദയവ് ചെയ്ത് നമ്മുടെ സമയം നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറം നമ്മളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വരുത്തി വെക്കരുതെന്ന് നിങ്ങളോട് ഒരു അപേക്ഷയാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും അതുപോലെ റെയിൽവേ ഇതിന് പോകുന്നവർ, ട്രെയിനിൽ പോകുന്നവരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഏത് അപകടങ്ങളും നമുക്കൊന്ന് ക്ഷമയുണ്ടായാൽ, അല്ലെങ്കിൽ ഒന്ന് സമയം അതിനുവേണ്ടി കളഞ്ഞാൽ രക്ഷപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. എനിക്ക് ആ കുടുംബത്തിൻ്റെ കാര്യം ഓർത്തിട്ട് ഒത്തിരി സങ്കടമുണ്ട്. ദയവ് ചെയ്ത് അമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.